നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തി മേഖലയിലെ തുറൈഫിൽ കനത്ത മഞ്ഞുവീഴ്ചയെന്ന റിപ്പോർട്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് മഞ്ഞുവീഴ്ചയുണ്ടായത്. തബൂക്കിന്റെ ചില ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ചയുണ്ടായതായി റിപ്പോർട്ടുണ്ട്. തുറൈഫിലെ പല ഭാഗങ്ങളും മഞ്ഞിന്റെ വെള്ള പുതച്ചിരിക്കുകയാണ്. താപനില കുറഞ്ഞ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. മഞ്ഞുവീഴ്ച കണ്ട് ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് പുറത്തിറങ്ങിയത്. തുറൈഫിൽ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയാണ് രേഖപ്പെടുത്തിയത്. വടക്കൻ മേഖലയിൽ ചൊവ്വാഴ്ച രാവിലെ വരെ മഞ്ഞുവീഴ്ച തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തബൂക്ക് മേഖലാ കാലാവസ്ഥാ വിഭാഗം ഡയറക്ടർ ഫർഹാൻ അൽ-അൻസി പറഞ്ഞു. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തി തബൂക്ക് മേഖലയിലെ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായതായി കാലാവസ്ഥാ നിരീക്ഷകൻ അഖിൽ അൽ-അഖീൽ പറഞ്ഞു. ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിലും തബൂക്ക് മേഖലയുടെ തെക്കൻ പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം പ്രതീക്ഷിക്കുന്നു. ചൊവ്വാഴ്ച വടക്കൻ ഭാഗങ്ങളിലും ഹായിൽ പ്രവിശ്യയിലെ ഉയരം കൂടിയ ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ച തുടരാനുള്ള സാധ്യതയുണ്ട്. സൗദിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് വന്നിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. മക്ക, മദീന ഉൾപ്പെടെയുള്ള വിവിധ പ്രവിശ്യകളിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുഴുവൻ ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. റിയാദ്, ഷർഖിയ, അൽബാഹ, മക്ക, അസിർ, തബൂക്ക്, നോർത്തേൺ ബോർഡർ, മദീന എന്നീ പ്രദേശങ്ങളിൽ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. മഴയും കാറ്റും വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. തബൂക്കിലെയും അൽ ജൗഫിലെയും നോർത്തേൺ ബോർഡറിലെയും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തബൂക്ക്, അൽ ജൗഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ അന്തരീക്ഷ ഊഷ്മാവ് താഴുവാനും മഞ്ഞുവീഴ്ച ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. താപനില 0-നും 5 ഡിഗ്രിക്കും ഇടയിലാവാനുള്ള സാധ്യതയാണ് നൽകിയിട്ടുള്ളത്. വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്നും അത്തരം സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ വർഷത്തെ ശൈത്യകാലത്തെ ഏറ്റവും ശക്തമായ തണുപ്പ് ഈ ആഴ്ചയായിരിക്കും രേഖപ്പെടുത്തുകയെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ സിയാദ് അൽ ജുഹാനി സൗദി നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വടക്കൻ മേഖലയിൽ 0-നും താഴെയായിരിക്കും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്ന താപനില. മധ്യമേഖലയിൽ 0 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയും കിഴക്കൻ മേഖലയിൽ 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുമായിരിക്കും. പടിഞ്ഞാറൻ മേഖലയിലെ താപനില 15 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കുമെന്നാണ് പ്രവചനം. റിയാദും മക്കയും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വരും മണിക്കൂറുകളിൽ സജീവമായ കാറ്റിനൊപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ സജീവമായ കാറ്റിന് പിന്നാലെ ശക്തമായ ഇടിമിന്നലും മഴയും ഉണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഭാഗത്ത് ദൃശ്യപരത കുറയ്ക്കുന്ന തരത്തിൽ തുടർച്ചയായ കാറ്റിനും അതിനെ തുടർന്ന് ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിഴക്കൻ റിയാദ് മേഖലകളിലും ജസാൻ, അസീർ, അബഹ എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളായ അൽ ജഫ്, തബൂക്ക് എന്നിവിടങ്ങളിലുമാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. ജിസാൻ, അസീർ, അബഹ, മക്ക, മദീന, വടക്കൻ അതിർത്തി പ്രദേശങ്ങളായ അൽ ജഫ്, അൽ ഷർഖിയ, റിയാദ് എന്നീ മേഖലകളിലെ ഉയർന്ന പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാമെന്നും കേന്ദ്രം അറിയിച്ചു. ചെങ്കടലിലെ ഉപരിതല കാറ്റിന്റെ ചലനം മണിക്കൂറിൽ ഏകദേശം 20 മുതൽ 45 കിലോമീറ്റർ വേഗതയിലായിരിക്കും. വടക്കൻ മധ്യഭാഗങ്ങളിൽ ഏകദേശം 1 മുതൽ 2.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ രൂപപ്പെടുവാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.